കഴിഞ്ഞ ദിവസം രാത്രിയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്, ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. KC നയിക്കട്ടെ എന്നതാണ് ആ ബോർഡിലുണ്ടായിരുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പാർട്ടിയുടെ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ബോർഡുകളൊന്നും വെക്കാതിരിക്കുമ്പോൾ ആരാണ് ബോർഡ് വെച്ചതായി അന്വേഷണം. പിന്നീട് നടത്തിയ CCTVയിൽ നടത്തിയ പരിശോധനയിലാണ് CPM നേതാവാണ് ഈ ബോർഡ് വെച്ചതെന്ന് കണ്ടെത്തിയത്. അരവശ്ശേരി മുഹമ്മദാണ് ഈ ബോർഡ് വെച്ചത്. അദ്ദേഹം അതിന് നൽകിയ വിശദീകരണം രസകരമാണ്. ഏതാണ്ട് സന്ദേശ സിനിമയിൽ പറയുന്നത് അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണമാണ്. ഇവിടുത്തെ കോൺഗ്രസ് നേതാവ് നൌഷാദ് മുടച്ചിരുന്നു. എന്താ യഥാർത്ഥം സംഭവിച്ചത്? കാലത്ത് രാവിലെ 9 മണിയോട് കൂടിയിട്ടാണ് രാവിലെ നടക്കാറിറങ്ങിയപ്പോഴാണ് ഈ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ കോൺഗ്രസ്സിൽ അറിയാലോ, എല്ലാവരോടും സ്നേഹം ഉണ്ടാവും, എല്ലാ നേതാക്കളോടും സ്നേഹം ഉണ്ടാവും. ഞങ്ങൾ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ വെച്ചതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ഞങ്ങളുടെ എല്ലാ ഘടകവുമായി ആലോചിച്ചപ്പോൾ ആരും വെച്ചതായി അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ 9:30 പാർട്ടി നേതൃത്വം വെച്ചപ്പോൾ ബോർഡ് മാറ്റാൻ പറഞ്ഞു. 9:30 വന്ന് ഞങ്ങളുടെ 2 സഹപ്രവർത്തകരും കൂടി ഈ ബോർഡ് മാറ്റുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഞങ്ങൾക്കൊരു സംശയം, നമ്മുടെ പാർട്ടി തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ, പക്ഷേ അതൊന്നുമല്ല, ഇത് വേറെ ആരോ വെച്ചതാണെന്നൊരു സംശയം വന്നിട്ടാണ് ഞങ്ങൾ CCTV നോക്കിയപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ചുറ്റുവട്ടത്ത് CCTV ദൃശ്യങ്ങളുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട CPM പ്രവർത്തനം, സാധാരണ പ്രവർത്തകനല്ല, ഒരു അനുഭാവിയല്ല, ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ എല്ലാ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിലൊക്കെ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹമാണ് ബോർഡ് കൊണ്ടുവെക്കുന്നതും അല്പസമയം മാറി നിൽക്കുന്നതും അതിനുശേഷം വെക്കുന്നതും ഒക്കെ CCTV ദൃശ്യങ്ങൾ വരുന്നു. പിന്നെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി രാവിലെ ബ്ലോക്ക് പ്രസിഡന്റ് പരാതി കൊടുക്കുകയും സുജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പ്രകടനം നടത്തുകയും ശക്തമായ പ്രതിഷേധം നടത്തി പോലീസ് കേസെടുത്ത് ജാമ്യം കൊടുത്തു. ഇവിടെ ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസ്സിൽ ഓരോ നേതാക്കളോട് ഇഷ്ടമൊക്കെ ഉണ്ടാവും. പക്ഷേ പാർട്ടി ഒരു തീരുമാനം പറഞ്ഞാൽ അതിൽ വിട്ട ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അവിടെ അയാളുടെ ഏറ്റവും വലിയ രസം രാത്രി അദ്ദേഹത്തിന് വോയിസ് കോൺഗ്രസ്സുകാരെ തമ്മിലടിപ്പിക്കാൻ ഞാൻ ചെയ്തൊരു വിക്രിസാണെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ പുറത്തേക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സംശയിക്കുന്നു. കേരളത്തിലെല്ലായിടത്തും ഈ ബോർഡുകൾ വെക്കുന്നതിൽ CPMന് വലിയ ഉത്തരവാദിത്തമുണ്ട്. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, CPMൻ്റെ 2 ലോക്കൽ കമ്മിറ്റികളാണ് വാടാനപ്പള്ളിയുള്ളത്, 2 LC. ഇപ്പോൾ വേറൊരു LCയിൽ ഉള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അദ്ദേഹത്തെ മാത്രം പിടിച്ചാൽ പോരാ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ എന്താ ഇതിന് ഇപ്പം അങ്ങനെ ഓടിയ പുറത്തു പോകുന്നുണ്ട്, പക്ഷേ അതേസമയം ഇതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നു ആൾക്ക്? ഇതന്നെ പാർട്ടി പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുക, ഇതിൻ്റെ പേരിൽ പാർട്ടി 2 ചേരിയിലിടുന്ന് പൊതുസമൂഹത്തെ അവതരിപ്പിക്കുക, അതിലൊരു ആനന്ദം കാണുന്നു. അയാൾ പറഞ്ഞ ശരിയാണ്, ഇതൊരു കുത്തിത്തിരിപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. തുടർ നടപടികൾ പരാതി എടുത്ത ആൾക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് വെച്ചതാണല്ലോ, ജാമ്യം കിട്ടി. പക്ഷേ ഞങ്ങളിപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ പോകുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കൂടി പിടിക്കണം. അതിപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. ഒരാളിൽ മാത്രം ഒതുക്കരുത്, ഇതിന് പിന്നിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ബന്ധമുണ്ട്, അവരെയും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഏതായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ CPM നേതാക്കൾ പല സ്ഥലത്തും ബോർഡ് വെച്ച് കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണം, പരാതി കൂടി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അരവശ്ശേരി മുഹമ്മദ് ആണിത് വെച്ചതെന്ന് കണ്ടെത്തുകയും ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികൾ, ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നതാണ് പ്രധാനമായും കോൺഗ്രസ്സുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ, തൃശ്ശൂർ.